എന്നിട്ട് ശരത്തേട്ടപ്പൻ ന്യൂസിലാൻഡൊക്കെ വരണം കേട്ടോ ഇടക്കിടക്ക് ശരി റൂം എടുത്തരാം. ന്യൂസിലാൻഡ് സ്പെല്ലിംഗ് എന്താ? ന്യൂസിലാൻഡ് ഒക്കെ എത്തിയിട്ട് വലിയ ആളാകുമ്പോ മറക്കോടാ നമ്മളെ. ഇല്ലേ ശരത്തേട്ടാ ആ ആ ആ ഞാനങ്ങ് അപ്പൊ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയേ? എടാ ന്യൂസിലാൻഡ് ഐലൻഡ് ആണോടാ? ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ കുറെ ഐസും കുറെ നല്ല തണുപ്പായിരിക്കും അവിടെ. ഒരു ജാക്കറ്റ് എടുക്കാൻ മറക്കരുത് ശരത്തേട്ടൻ. എടാ മുച്ചിരി എല്ലാം സംസാരിക്കാം മുച്ചിരി ആ നീ എത്ര ക്ലാസ് പഠിച്ച? എത്ര ക്ലാസ് പഠിക്കുന്നത് ആര്? നീ? ഞാൻ +1 പഠിച്ചായിരുന്നു. അറ്റൻഡൻസ് ഷോർട്ട് ആയി പോയി. അപ്പൊ ആളെന്നെ എന്തെല്ലോ കളിയാക്കി. ആ ഞാനങ്ങ് മതിയാക്കി. അടുത്ത ടീച്ചർ കൊല്ലം കളിയാക്കിയപ്പോ നിർത്തിയാ? കളിയാക്കിയത് എന്നെ ഒറ്റയ്ക്ക് മോശമില്ല, എന്റെ പേരൻസിന്റെ മുമ്പിൽ കളിയാക്കി. അപ്പൊ ഓർക്ക് അങ്ങ് പേടടിക്കൂല എല്ലാവരും എതിർക്ക്. ആ പിന്നെ നമ്മളെ പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കൂളല്ലേ, അപ്പൊ നമ്മളെ കളിയാക്കാൻ അല്ല പാടില്ല. അങ്ങനല്ലല്ലോ, ബോഡി ഷേം ചെയ്ത് അന്നെ. ബോഡി ഷെയിം ചെയ്തിനാ? ആയിട്ടും ഇല്ല അവനും. പിന്നെ അവന്റെ ബിസി കേട്ടക്ക് വലിയ കളവായ പോലെ ഞാൻ ഒരു അക്ഷരം പോലും സ്കൂളിൽ മുണ്ടയില്ല. ഞാൻ VC മുണ്ടുന്ന പോലെ അല്ല ഞാൻ. അവിടെ പോയി ഒന്നും മുണ്ടയില്ല, കാരണം എനിക്ക് ഇംഗ്ലീഷ് മര്യാദയ്ക്ക് അറിയില്ല. അത് മലയാളം ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് സ്കൂളാ അത്. ആ. അത് കാരണം കർണാടക മലയാളം മുണ്ടിട്ട് കാര്യമില്ല, കന്നഡന്റെ ആൾക്കാരാ. ആ. ഞാൻ എന്ത് മുണ്ടാനാടെ? സ്കൂളിൽ പോലും പോകത്തില്ല, തന്നെ ഇല്ലാത്ത എന്തെല്ലോ പറഞ്ഞു. അപ്പൊ വീട്ടുകാർക്ക് മനസ്സിലായി. വെറുതെ പറയേണ്ട ആവശ്യം എന്തുണ്ട്? നീ കൊമേഴ്സ് ആയിരുന്നോ സയൻസ് ആയിരുന്നോ? ആ കൊമേഴ്സ്. കൊമേഴ്സ് സയൻസിനുള്ള ബുദ്ധി ഇല്ലല്ലോ കൊമേഴ്സ് ഇഷ്ടപ്പെട്ട സബ്ജക്ട്? എന്തേ പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് ഉണ്ടായി? മാർക്ക് വലിങ്ങനെ ഇല്ല. മാർക്ക് വലുതായിട്ടില്ലായിരുന്നു. ഉണ്ടായി. അക്കൗണ്ടൻസി ഫസ്റ്റത്തെ എക്സാമിൽ അക്കൗണ്ടൻസി പാസ്, ആ. പിന്നെ ഇംഗ്ലീഷ് പാസ്. നീ എന്നിട്ട് കേസ് ഒന്നും കൊടുത്തില്ലടാ? കേസ് ഞാൻ കൊടുക്കുന്നേ ബോഡി ഷെയിം ചെയ്തതിന് പിന്നെ കേസ് കൊടുക്കണ്ടേ? പാവം അവന്റെ കുടുംബക്കാർ പഠിത്തം അങ്ങ് നിർത്തി. ടീച്ചറിന് ബോഡി ഷെയിം ചെയ്തിട്ട് പഠിത്തം അങ്ങ് നിർത്തി. ഇല്ല ആള് എടാ നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് ഇപ്പൊ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടാ മുച്ചിരി. പക്ഷെ പഠിത്തം അങ്ങ് നിർത്തി നീ പഠിത്തം അങ്ങ് നിർത്തി. എന്നിട്ട് ഇതിനകത്ത് വന്ന് ഇരിക്കുക. അല്ല ഞാൻ അടുത്ത കൊല്ലം പഠിക്കണ്ട. അടുത്ത കൊല്ലം ഞാൻ VC കുറവായിരിക്കും, കാരണം നമുക്ക് ഞാൻ പഠിച്ചിട്ട് +2 കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡ് പോകാനാ പ്ലാൻ. കിൻഡിന്റെ ഒപ്പം. കിണ്ടിയാ? ആ കിണ്ടി ഉണ്ട് നമ്മളെ ഗ്യാങ്ങില്. കിണ്ടി നിർത്തിയാ? കിണ്ടി ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ പോകും ന്യൂസിലാൻഡ്. അപ്പൊ ഓന് ആടെ പോയിട്ട് കുറിച്ച് എല്ലാം അറിയുമല്ലേ 2 കൊല്ലത്തിന്റെ ഉള്ളില്. അപ്പൊ ആ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ ഞാനങ്ങ് പോവാ. ഞാനങ്ങ് പഠിച്ചിട്ട് അങ്ങ് പോവാൻ പോവാ, രക്ഷപ്പെടാൻ പോവാ. എന്നിട്ട് ഒരു ലാപ്ടോപ്പ് ഓറന്നെ പറഞ്ഞ മതിയാക്ക്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവരാണ് പ്രതികരിക്കണ്ടേ, നീ അല്ല പ്രതികരിക്കണ്ടേ. ഓറന്നെ പറഞ്ഞു നിർത്തിയാന്ന് പറ പോട്ടാ. അതന്നെ. എന്നിട്ട് ശരത്തേട്ടപ്പൻ ന്യൂസിലാൻഡൊക്കെ വരണം കേട്ടോ ഇടക്കിടക്ക്. ഞാൻ ആടെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കാനാ? ഇടക്കിടക്ക് വരണേ. ഞാൻ അവിടെ പണിക്കും പോവാം. അതിന്റെ ശരത്തേട്ടൻ വേണമെങ്കിൽ വീസ ഞാൻ അയച്ചുതരാം, പ്രശ്നമില്ല. ഞാന് ശരത്തേട്ടനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ശരത്തേട്ടൻ ഞാൻ വിസ അയച്ചുതരാം. ശരത്തേട്ടൻ വാ, വാസവനും ശരത്തേട്ടനും വാ. അതെ നമുക്ക് അത് ഫുൾ വൈബാക്കിട്ട് ഒരാഴ്ച തന്നിട്ട് പോവാം. വെക്കേഷന് ഞാൻ അയക്കാം. അവിടെ റൂം ഉണ്ടാവൂല്ലോ. ഞാനും ഹിന്ദി ഒരു റൂമിലായിരിക്കും. ഒരു ഇതെടുത്ത് തരാം, നല്ല ലക്ഷറി റൂം എടുത്ത് തരാം. NEWZEALAND. അതൊക്കെ അറിയാം ശരത്തേട്ട. സ്പെല്ലിംഗ് ഒക്കെ അറിയാം. ഇംഗ്ലീഷ് മുണ്ടാൻ എനിക്ക് കുറച്ച് പാട്. അത് പഠിക്കണം. സ്പീക്കിംഗ് ഈസ് പ്രോബ്ലം ഈസ് മൈൻ. ഇവനെ കളിയാക്കാൻ തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഇവൻ പറയുന്നത് കാര്യത്തിലെ കഴമ്പും വിഷയമാണ്. എടാ മുച്ചിരി പറയ് ശരത്തേട്ട പറയ്. കേൾക്കുന്നുണ്ടാ? ന്യൂസിലാൻഡ് ഒക്കെ എത്തിയിട്ട് വലിയ ആളാകുമ്പോ മറക്കോടാ നമ്മളെ. ഇല്ലേ ശരത്തേട്ട? ശരത്തേട്ടനല്ല ഞാൻ മറക്കോ? ശരത്തേട്ടനല്ല എന്റെ ഒരു ഹീറോ. ചരിത്തേട്ടന് വിസ അയച്ചു തരാൻ നടക്കാൻ പറഞ്ഞില്ലേ ചരിത്തേട്ട? പിന്നെ എങ്ങനെ ഞാൻ മറക്കുന്നേ? എടാ എന്നാ നീ അടുത്ത വർഷം പോയിട്ട് വിസ അയച്ചിട്ട് പെണ്ണിനെയും കൂടെ. അടുത്ത വർഷം അല്ലല്ലോ, 2 കൊല്ലോ +1 +2 പഠിക്കാണ്ട്. അത് പഠിച്ചേ അല്ല, അടുത്ത 2 കൊല്ലം എടുക്കും അല്ലേ?
ശരത്തേട്ടനപ്പം മംഗലം കഴിഞ്ഞിട്ടുണ്ടാവല്ലേ? മംഗളോ? മംഗലം മാരേജ്. ആടാ ഹോപ്പ്ഫുള്ളി. ആ അപ്പം ശരത്തേട്ടൻ അതിനുള്ള എന്തായാലും ഉണ്ടാവില്ലേ? ശരത്തേട്ടന്റെ ഫാമിലിനെ അതിനുള്ള ഉണ്ടാവത്തില്ലെന്നോ? അതിനുള്ള ശക്തി എന്റെ ഉണ്ടാവില്ല. അത്ര പൈസ ഒന്നും എന്റെ ഉണ്ടാവില്ല. എടാ മലയാളം നേരെ ചുവപ്പോരേടാ. ഞാൻ വിചാരിച്ചു എനിക്ക് കല്യാണം കഴിക്കാനുള്ള ശക്തി ഉണ്ടാവത്തില്ല. അങ്ങനല്ല, ഞങ്ങക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനേ അത്ര പൈസ ഒന്നും ഉണ്ടാവില്ല. നമ്മ ആളെ ഫുൾ വൈബാക്കിട്ട് പോവാ. അല്ല ഞാൻ വൈഫിനെ ഞാൻ എടുത്തോളാം. അപ്പൊ ഒരാഴ്ചത്തേക്ക് തന്നെ നീ അവിടെ മറ്റേ ഇത് സെറ്റ് ആക്കിയാ മതി. റൂം ഇതെല്ലാം ഞാൻ സെറ്റ് ആക്കാം. അത് കിണ്ടിക്കരയായിരിക്കും. കാരണം കിണ്ടി പിടിക്കുന്ന എല്ലാത്തിനും സ്വന്തമായിട്ട് കിണ്ടി 2 കൊല്ലോ രണ്ടാം പോയെന്നോ? എന്തോന്ന് കിണ്ടി തെണ്ടാൻ പോയെന്നോ? ഡാ മുച്ചിരി എടാ അവനെ അപ്പ അച്ഛനും അമ്മയും കണ്ട പിടിച്ചോണ്ട് പോയോ കേട്ടോ. അവൻ നാട്ടുകാർ പിടിച്ചോണ്ട് പോയാ കാസർഗോഡ് വരെ. മുച്ചിരിയെ മോനെ കറണ്ട് പോയാടാ അവൻ്റെ. ഇല്ലേ നാളെ ലൈവ് വരാം. ഹലോ വന്നോടാ കുട്ടാ നീ. അത് സംഭവം ഫാമിലി വന്നേ കൊറേ. ഫാമിലി വന്നു. എന്റെ ഉപ്പാന്റെ ഫാമിലി. ഞാൻ ഉപ്പാന്റെ ഫാമിലി ആരും മിണ്ടില്ല. കാരണം ആരും വന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്നോട് മുണ്ടാണ്ടിരുന്നു PC നോക്കിട്ട്. എൻ്റെ റൂമിലോട്ട് അങ്ങ് കയറി വന്നു. ഒരു കുടുംബക്കാരവില്ല. അങ്ങ് പേടിച്ചു പോയി. ആരെന്ന് മനസ്സിലാണ്ടേ? ഞാനങ്ങ് പേടിച്ച് ലാസ്റ്റ് അങ്ങ് ഇതാക്കി. അപ്പം ഞാനങ്ങ് അപ്പൊ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയേ? ശരത്തേട്ട് ന്യൂസിലാൻഡ് വരണേ. നമ്മളൊന്ന് മറക്കല്ലേ ശരത്തേട്ടെ? അതെ വരണം. ഇത് അങ്ങനെ നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം. കാരണം ഇന്ത്യയുടെ 2 കൊല്ലം പ്രാക്ടീസ് ഉണ്ടാവും അവിടെ നിന്നിട്ട്. ഞാനങ്ങ് പോയ ടൈമിനങ്ങ് ഒരു മാസം പണിയെടുത്തിട്ട് ശരത്തേട്ടനും വാസുണ്ണനും വിസ അയക്കാം. എടാ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂൺ അങ്ങോട്ട് വരാനുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ശരത്തേട്ടൻ ട്രിപ്പായിട്ട് അങ്ങോട്ട് വാ. അതെ പക്ഷെ ന്യൂസിലാൻഡ് കാണാനൊന്നുമില്ലല്ലോ. ഉണ്ട് എന്തെല്ലാം ഉണ്ട്, കൊറേ ഉണ്ട്. ന്യൂസിലാൻഡിൽ പോകുമ്പോ ശ്രദ്ധിക്കണേ, മൊത്തവും ചെലന്തി പാമ്പൊക്കെയാണ്. അത് ന്യൂസിലാൻഡ് അല്ല, അതാണ് ഐലൻഡ്. ശരിയാ. ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോ ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലീൻ ആയി. അല്ലല്ല ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ കുറെ ഐസും കുറെ നല്ല തണുപ്പായിരിക്കും. ഒരു ജാക്കറ്റ് എടുക്കാൻ മറക്കരുത് ശരത്തേട്ടൻ. നമ്മ എപ്പോഴും ജാക്കറ്റും ഇതെല്ലാം എടുക്കണം. കാരണം അവിടെ വന്നിട്ട് എത്തിയിട്ട് ചളിച്ചിട്ട് പറിച്ചിട്ട് കാര്യമില്ല. ന്യൂസിലാൻഡ് ഐലൻഡ് അല്ല, കുറെ മഞ്ഞുള്ള ഒരു പ്രദേശമാണ് ന്യൂസിലാൻഡ്. അതെ. ന്യൂസിലാൻഡ് തീം പാർക്കൊക്കെ ഉണ്ടല്ലോടാ. അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പഠിക്കാനാണ് അവിടെ പോകുന്നത്. പഠിച്ചിട്ട് പ്രൗഡാണോ എൻ്റെ ഫാമിലിക്ക്. എൻ്റെ മകൻ രക്ഷപ്പെട്ടു പോയി മോനെ. ന്യൂസിലാൻഡ് ഒരു ഐലൻഡാണ്. ഐലൻഡാണല്ലേ? പിന്നെ ലാൻഡ് ഉണ്ട്. ഓക്കെ ന്യൂസിലാൻഡ് അപ്പൊ ഐലൻഡ് ആണല്ലേ? അത് സീനില്ല, നമുക്ക് വൈബാക്കാം. അവിടെ കടലെല്ലാം ഉണ്ടാവല്ലേ? അവിടെ കടലെല്ലാം ഉണ്ടാവും കൊറേ. മനസ്സിലായാ? അപ്പം വൈബൻ ചില്ലാക്കിട്ട് വരാം അവിടെ. ഓക്കെ ചരിത്രം പറഞ്ഞേ. നമുക്ക് കടല് മാത്രല്ല അവിടെ ബിൽഡിങ്സും ഉണ്ട്. കേരളത്തെ ബിൽഡിംഗ് അത്ര മജില്ലല്ലോ, അവിടെ നല്ല മജുണ്ട്. ഇതെന്താ മലയുള്ളല്ലോ, ബിൽഡിങ്സ് വന്നില്ലല്ലോ. ഉണ്ട് കേട്ടോ, ലൈറ്റും കത്തുന്ന ബിൽഡിങ്സ്
ഫുള്ള് ഒരു ഗ്ലാസ് ടൈപ്പുള്ള ബിൽഡിങ്സ് ആണ്. എടാ കൂട്ടി മീൻ കിട്ടും കേട്ടോ, ചാളയും മത്തിയൊക്കെ വാങ്ങിച്ചു വെക്കണം കേട്ടോ വരുമ്പോ. മീന് നമ്മ ആടെ ഇങ്ങനത്തെ മത്തി അയല അങ്ങനത്തെ ഒന്നും കിട്ടാല. ആടെല്ലോ ഷാർക്ക്, ടൂണ ഫിഷ് അങ്ങനത്തെ കിട്ടും. ഇപ്പം നമുക്ക് അങ്ങനത്തെ വലിയ വലിയ മീൻ തോന്നുന്നു. ഇവിടുത്തെ പോലെ അല്ല ആടെ. ആടെന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കൺട്രി ആണത്, കേരള അല്ല. അത് നമുക്ക് വലിയ ഫിഷ് അവിടെ കിട്ടാം. എടാ ആരോ ഇതിനകത്ത് കമന്റ് ഇട്ട് മേക്കിംഗ് എന്തോ ഫൺ ഓഫ് വീക്ക് ഈസ് നോട്ട് ഗുഡ് ബ്രോ എന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കളിയാക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ചെക്കനാണ്. ഞാൻ ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നം ബ്രോക്ക് എന്താണ്? ഞങ്ങക്ക് പ്രശ്നമില്ല. ടെറാവല്ലടാ ഉച്ചരി, ടെറാവല്ല. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ്. അന്റെ ചേട്ടനാണേ, അന്റെ ചേട്ടൻ പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. ആ എന്നിട്ട് ബീച്ചിലെ മത്സ്യത്തെ കുറിച്ച് സംസാരിക്കണം ഉച്ചരി നീ ഒന്ന്. അതാണ് നമ്മളതാണ് ഇപ്പൊ സംസാരിച്ചേ. ഞാൻ സീരിയസ് ആ, തമാശല്ല. ഞാൻ ന്യൂസിലാൻഡ് ഞാൻ മിനിഞ്ഞാന്ന് വീട്ടുകാരിൽ പറഞ്ഞു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു ഓക്കെ പഠിച്ചാ മതി, പൈസ കളയരുത്. പിന്നെ അവിടെ ചെന്നിട്ട് ദുസ്വാദനൊന്നും പോയല്ലേ മുച്ചിരി നീ? ഇല്ല ആളെനിക്ക് ആകെ അറിയില്ല. കിണ്ടിനെ മാത്രമേ അറിയൂ. കിണ്ടി പഠിക്കാൻ പോകും. കിണ്ടിക്ക് അവിടെ ആദ്യം പഠിക്കാം. കിണ്ടി അവിടെ ചെന്നിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കുമല്ലോ. കൂട്ടുകാരുണ്ടാക്കുമ്പോ ഞങ്ങൾക്ക് അവിടെ അത് ശരിയാണ്. സത്യം പറഞ്ഞ കിണ്ടി അവിടെ ചെന്ന് ആദ്യം കൂട്ടുകാരെ ഉണ്ടാക്കും. അപ്പൊ കിണ്ടി അവരും കമ്പനി ആയോ. എന്നിട്ട് കിണ്ടി എടുത്ത് പോകുമ്പോൾ അവര് നീ ഓൾറെഡി കമ്പനി ആയതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് മിണ്ടണം. അപ്പൊ പിന്നെ നിന്റെ കമ്പനി ആരാ? അവരും കിണ്ടി. അത് ശരിയാ, അത് സീനില്ല. കാരണം നമുക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്തായാലും അത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടല്ലേ പോവാ. അപ്പൊ ഞാൻ അതൊരു സില്ലി മാറ്റർ ആയിട്ട് കാണാല്ലേ. എന്തായാലും പഠിക്കും. ഞാൻ പഠിക്കും. ചെറുത്തട്ടൻ പറഞ്ഞേ നമുക്ക് ആ ഒരാഴ്ച വെക്കേഷൻ ലീവ് എല്ലാം കിട്ടുമ്പോൾ വെക്കേഷൻ വരാൻ മറ്റേ നമുക്ക് ബീച്ചിൽ പോയിട്ട് കിടക്കണം, മനസ്സിലായോ? മറ്റേ മറ്റേ കൊടയിൽ ഇട്ടിട്ടല്ലേ? കൊടല് പുറത്തിട്ടാ സൈഡിൽ വെച്ചിട്ട് നമുക്ക് ബെഡും ബെഡ് ഇങ്ങനെ കിടക്കുന്ന കൊട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് അത് മറ്റേ കസേര അത് ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ബീച്ച് കുറച്ചായിട്ട് ഇരിക്കണം. നല്ല തണുപ്പായിരിക്കും. നല്ല തണുപ്പായിരിക്കും. ഫുൾ വൈബാണ്. ഫുൾ വൈബാക്കിട്ടേ വരും. ഒരു മെമ്മറീസ് ഉണ്ടാക്കിട്ടേ വരും. ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് കിണ്ടി മാത്രമേ പുറത്ത് അറിയുന്നുള്ളൂ. ഇല്ല പുറത്താരും ഇല്ല. കിണ്ടിയാന്നെങ്കിൽ ട്രസ്റ്റ് ചെയ്യാം. വേറെ ആരെങ്കിലും ഊമ്പിക്കും. കിണ്ടിനെ ട്രസ്റ്റ് ചെയ്യാം. വേറെ ആരെങ്കിലും അവിടെ പോയിട്ട് നീ ആരാ അയ്യോ അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഊമ്പിയില്ലേ? സത്യമാണ്. എന്റെ മാരേജ് ആണ് 19th. ചെറുത്തട്ട പോയിട്ട് വാ. ഏടാ ചോദിക്ക സ്ഥലോ? എവിടാ മോനെ സ്ഥലം? ചെറുത്തട്ട മംഗലയിക്കുന്നില്ല. ചെറുത്തട്ട മംഗലയിക്കുന്നില്ല. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂസിലാൻഡിൽ കൊടയിട്ട് കിടക്കുന്ന കാര്യമല്ലേ. അല്ലല്ല ചെറുത്തട്ട ഇത് പറ പ്ലീസ്, അറിയാൻ ഒരാഗ്രഹം. എടാ 2026 മുച്ചരി എന്റെ മോനെ എനിക്ക് സിവിയർ ഡിപ്രഷൻ ആയിരുന്നു. തെറാപ്പികൾ കുറെ എടുത്തു. പിന്നെന്താ കുറെ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുമായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നടക്കുമായിരുന്നു സോൾവായിട്ട്. പിന്നെ ഇന്ന് ലൈവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നല്ലോ, അതുകൊണ്ട് ലൈവ് വന്നു. പിന്നെ നിങ്ങളെല്ലാരും ആ ഒരു നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ. എന്നിട്ട് അതൊക്കെ അത്രയുള്ളൂ ശരത്തേട്ടാ. എന്നിട്ട് പറ. എന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോ ട്രസ്റ്റ് വേണ്ടേ? മെയിൻ ടാർഗറ്റ് ഈസ് അവർ ട്രസ്റ്റ് ബീയിങ് ഹ്യൂമൻ. ഞാൻ പിന്നെ ചിലപ്പോ ചെറുത്തട്ട ആടെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് കൊണ്ടുണ്ട് വരും. നമുക്ക് മലയാളം ചിലപ്പോ മറന്നിട്ടുണ്ടാവേ. ഇംഗ്ലീഷ്കാരനായിരിക്കും, മലയാളമൊക്കെ ചിലപ്പോ മറന്നിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാം. What Shartata you say? What is your future plan, Muchiri? My future plan is +2 pass and go outside of New Zealand. And there I want big study and proud our family. എടാ പക്ഷെ നിന്നെ സമ്മതിക്കണം കേട്ടാ. നിനക്ക് അറിയാവുന്ന സാധനം വെച്ചിട്ട് നീ സംസാരിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു സാധനമാണ്. നിനക്ക് ഈസി ആയിട്ട് ഗ്രാഫ് ചെയ്യാം അവിടെ പോയി കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. പക്ഷെ
ഒരു എന്തോ NCS അങ്ങനെ എന്തോ ഒരു സാധനം കിട്ടണം സർട്ടിഫിക്കറ്റ്. അതാണ് പണി. എടാ മകനെ NCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ പാട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് കിടക്കുന്നതാണ് NCS. അല്ല, അങ്ങനത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. NVS അങ്ങനെ എന്തോ. NSFW. ആ സാധനം എടുത്തിട്ട് പുറത്തു പോകണം. അതാണ് കിട്ടാൻ പണി. അത് പഠിക്കണം. അതിനുള്ള ക്ലാസ് ഉണ്ട്. മനസ്സിലായാ? ചെറുത്തട്ട മനസ്സിലായില്ലേ? പിന്നെ അത് കിട്ടിയിട്ട് അങ്ങനെ നമ്മ പോകും. NSFW ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ല ഒന്നുമില്ല. അപ്പോ ഇതാക്കാം, രക്ഷപ്പെട്ട് വരാം. രക്ഷപ്പെടാൻ കേട്ടോ ഭയങ്കരമായിട്ട്. ഞങ്ങക്ക് പിന്നെ നമുക്ക് ആരും ഉണ്ടാവൂല, നമ്മളെ ഉണ്ടാവും. എടാ നമുക്ക് നമ്മളെ മാത്രമേ കാണത്തുള്ളൂ. അത്രേ ഉള്ളു. നമ്മളെ മാത്രമേ ഉണ്ട് ചേർത്തട്ടെ. അപ്പൊ നമ്മളെ പവർ, നമുക്ക് എന്ത് കഴിവുണ്ട് അത് നമ്മൾ തെളിയിച്ച് കൊടുക്കണം. നമുക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, പഠിക്കണം. ഫിനാൻഷ്യൽ ഇഷ്യൂസ് തരും. എടാ മോനെ, അത് എന്നും ഇങ്ങനെ സൂപ്പർ ചാറ്റ് കിട്ടത്തില്ലടാ. യൂട്യൂബ് ഭയങ്കര ഇതല്ലേ. സൈഡിൽ കൂടെ കുറച്ച് പരിപാടികൾ നോക്കുന്നുണ്ട്. പഴയതുപോലെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. നമ്മളെ എത്ര കോളം കണ്ടേക്കുന്നത് സത്യം. പാസ്റ്റ് ഒന്നും അറിയില്ല നിങ്ങൾക്ക് ചേർത്തട്ടന്റെ. നിനക്കറിയോ? അല്ല അതുണ്ടല്ലോ പറഞ്ഞറിയില്ല. നീ എന്തൊരു ഐറ്റാടാ ഇച്ചിരി. നല്ലൊരു പിക്കായിരുന്നു നീ. നല്ലൊരു പിക്കാണ് നീ. കൊള്ളാം. അതന്നെ നമുക്ക്. അപ്പൊ ശരത്തട്ട വരണേ, മറക്കല്ലേ എന്റെ പൊന്നെ മോനെ. നീ എത്ര നീന്റെ പൊന്നെ 2029 2028 ഞാൻ ന്യൂസിലാൻഡിൽ വന്നിരിക്കും. അത്രേ ഉള്ളൂ. എടാ നീ എന്തായാലും രക്ഷപ്പെടും കേട്ടോ. നീ രക്ഷപ്പെടും. നിനക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നീ രക്ഷപ്പെടും. ഞാൻ ട്രൈ ചെയ്യും രക്ഷപ്പെടാൻ. പക്ഷെ വേറെ പരിപാടിക്ക് എങ്ങനെ ന്യൂസിലാൻഡിൽ പോയെന്ന് പറഞ്ഞ തന്നെ. ന്യൂസിലാൻഡ് വേറെ എന്ത് പരിപാടി ഉള്ളേ? ഒന്നുമില്ലടാ കുട്ടാ, മോശപ്പെട്ട പരിപാടിടാ. എടാ വെള്ളമടി. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ മാനും കൂടെ മറന്നു. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ട. ഞാൻ ഉള്ളത് കൂടെ മറന്നു കൂടെ ഉച്ചരി. ചെറുത്തട്ട് നമ്മൾ പഠിച്ചാൽ എന്തുമാവും. നമ്മൾ പഠിച്ചാൽ ഈ ആൾക്കാർ കുറെ ആള് പറയും സമാധാനിക്കാൻ വേണ്ടി, പഠിച്ചിട്ട് ഒന്നും നേടാനില്ല, പഠിച്ചാലേ രക്ഷപ്പെടും, പഠിച്ചില്ലെങ്കിൽ ഏടെത്തൂല. പഠിക്കണം. ഈ പഠിക്കാണ്ട് രക്ഷപ്പെടുന്ന പറഞ്ഞാൽ അതൊരു ലെക്കാണ്. ആ ലെക്ക് ഇല്ലെങ്കിൽ മൂച്ചി. എടാ ഞാൻ കൊറേ നാക്ക് ചേട്ടാ ഇത്രയും ചിരിക്കുന്ന. ചരിത്തട്ടം പറയും ആൾക്കാർ സമാധാനിക്കാൻ വേണ്ട അത് പറയുന്നേ. ഈ പഠിക്കാണ്ട് ഈ റീൽസും കണ്ടിട്ട് ഇങ്ങനത്തെ റീലും കണ്ടിട്ട് അത് നമ്പിട്ടിരുന്നാ നമ്മ മൂഞ്ചത്തേ ഉള്ളു. അങ്ങനല്ല, റീല് കണ്ടിട്ട് ഈ ആൾക്കാർ ഇങ്ങനെ പറയില്ല, ഓ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും രക്ഷപ്പെടും എന്ന് പറയില്ലേ. പഠിച്ചാ മാത്രമേ രക്ഷപ്പെടും, പഠിച്ചില്ലെങ്കിൽ രക്ഷപ്പെടും. അത് ലെക്ക് വേണം. അതാണ് ലെക്കിലാണ് കാര്യം. ഇതിനകത്ത് 1400+ വാച്ചിങ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് മാത്രം എല്ലായിടത്തോട്ടും പറയുകയാണ്, ദൈവത്തെ ഓർത്ത് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഡിഗ്രി വേണം. എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഈ യൂട്യൂബിനകത്ത് കുറേ സാധനമുണ്ട്. ഐ മേഡ് 1 million in 1 month, ഐ മേഡ് 10,000 in 1 month. അവനൊക്കെ 10, 30, 40 വയസ്സുണ്ടാവുമാർക്കൊക്കെ. അതുപോലെ കുത്തി ഇരുന്നിട്ട് ചെയ്യുവാണെങ്കിലും ചെയ്തോ, ട്രൈ ചെയ്തോ. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. You should study and win our life. Exactly. Yes. ഞാൻ എന്റെ ബേന് മാറ്റിട്ട് വരട്ടെ. എടാ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, പക്ഷെ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം. അത് തന്നെ. പഠിക്കുക, അതിന്റെ കൂടെ സ്കില്ലും ഇംപ്രൂവ് ചെയ്യുക, രണ്ടും ഒന്നിച്ച് ചെയ്യുക. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സിന് പോവുക. അല്ലാണ്ട് ദൈവത്തെ ഓർത്ത് എഞ്ചിനീയറിങ്ങിനോ അതിനൊന്നും പോകാതെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സിന് പോവുക. സ്കില്ലുണ്ടെങ്കിൽ എനിക്ക് തൊട്ട് കാര്യമുള്ളൂ. മനസ്സിലായോ?
കാരണം മോസ്റ്റ് ഓഫ് ദി ജോബ്സും എ അക്വയർ ചെയ്ത് ഈസി ആക്കിക്കൊണ്ടിരിക്കുക. സോ സ്കിൽ സെറ്റുള്ള ജോബ്സ് അല്ല സ്കിൽ സെറ്റുള്ള കോഴ്സ് പഠിക്കുക. അപ്പോൾ അവനെ മുച്ചിരി പോയിട്ടോടാ കൂട്ടാ, നാളെ കാണാം. ബേനെ മാറ്റട്ടെ. ഓക്കെ മക്കൾ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ. അപ്പം എല്ലാവർക്കും ബൈ. ഉമ്മ ലവ് യു. ഉമ്മ പോയിട്ട് വരുന്നേ, ഞാനും പോയിട്ട് വരുന്ന ചെറുത്തേട്ടാ. ബൈ ബൈ. പോയിട്ട്